ശരി, അതാണ് റഹീസ് പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ തുറന്നു പറച്ചിലുകളാണ് നടത്തുന്നത് എന്നതാണ്. ഈ സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിലാണ് ഒരേ വിഷയത്തിൽ CPM നേതാക്കൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ചേർന്ന CPM യോഗങ്ങളിൽ ഉയർന്ന കടുത്ത വിമർശനങ്ങൾ പാർട്ടി നേതൃത്വത്തെ അലോസരപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ തുറന്നു പറച്ചിലുണ്ടാക്കിയ പ്രതിസന്ധി CPM-നെ വേട്ടയാടുന്നത്. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾക്കിടയിലാണ് ഈ അതൃപ്തിയും ഭിന്നസ്വരവും ഉയരുന്നതെന്നതും ശ്രദ്ധേയമാണ്. പാർട്ടിക്കുള്ളിൽ പുതിയ പടയൊരുക്കമാണോ TV പ്രസാദ്? കാരണം ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും ഒക്കെ തുറന്ന നിലപാട് പറയുന്നു. EP ജയരാജൻ കൃത്യമായി തന്നെ വിഴിഞ്ഞത്ത് വലിയ രീതിയിൽ ഒരു അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ട് പാർട്ടി സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവും ഒക്കെ രംഗത്തെത്തുമ്പോഴാണ് അങ്ങനെയല്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നത്, അല്ലേ TV പ്രസാദ്? ഉറപ്പായും വിനീത, അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ ഇതിനെ കാണേണ്ടിയും വരും. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസം നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കനത്ത തോൽവിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് എന്ന വിലയിരുത്തലാണ് മിക്കവാറും സഖാക്കൾക്ക് കീഴ്ഘടകങ്ങളിൽ ഉള്ളത് എന്നുള്ളതാണ്. അത് ചർച്ചയിലും പ്രതിഫലിച്ചതാണ്. അതുകൊണ്ട് തന്നെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ നീക്കണം എന്നതടക്കമുള്ള ചർച്ചകളും വളരെ സജീവമായി CPM-ൽ നടന്നതാണ്. നമുക്കറിയാവുന്ന സംഘടനാ രീതി അനുസരിച്ച് CPIM-ൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി കൊണ്ട് സംസ്ഥാന സെക്രട്ടറി ഒരു മാറ്റുന്ന രീതിയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അത് പരസ്യമായി പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും അനുകൂലിക്കുന്ന നേതാവാണ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പിണറായി വിജയനും MV ഗോവിന്ദനും എതിരായ നീക്കം അത് യഥാർത്ഥത്തിൽ KK രാഗേഷിനെതിരെ കൂടി നീങ്ങുന്നു എന്നുള്ളതാണ്. പിണറായി വിജയനെയും MV ഗോവിന്ദനെയും പരസ്യമായി തിരുത്താൻ പറ്റാത്തത് KK രാഗേഷിനെതിരെ തിരിയുന്നു എന്ന് വേണം വിലയിരുത്താൻ. ചുരുക്കത്തിൽ വിനീത നേരത്തെ പറഞ്ഞതുപോലെ വിഭാഗീയത മറ്റു തലത്തിലേക്ക് വളർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം തോൽവിക്കുത്തരവാദികൾ MV ഗോവിന്ദനും പിണറായി വിജയനുമാണ് എന്നും അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്നും കാര്യമായ വിമർശനങ്ങൾ താഴേക്കടയിൽ നിന്ന് ഉയർന്നിട്ട് പോലും പാർട്ടിക്കാണ് ചില കാര്യങ്ങളിൽ വീഴ്ചയുണ്ടായത് എന്നുള്ളതാണ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് റിവ്യൂ റിപ്പോർട്ടുള്ളത്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ പുതിയ ചേരികൾ അത് CPIM-ൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. MV ഗോവിന്ദനെയും പിണറായി വിജയനെയും ലക്ഷ്യം വെച്ചുള്ള നീക്കം CPIM-ൽ നിന്ന് ഉണ്ടാകുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഉറപ്പായും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ സാധാരണഗതിയിൽ ഇല്ലാത്ത രീതിയിൽ CPIM-ൽ പ്രകടമാകുന്നത്. വിനീത, അതാണ് തളിപ്പറമ്പിലും ഒപ്പം പയ്യന്നൂരിലും സ്ഥാനാർത്ഥിത്വം തന്നെ പാളിപ്പോയി. ഈ രീതിയിൽ സംഭവിച്ചു. തെരഞ്ഞെടുപ്പ് റിവ്യൂ ഒക്കെ തന്നെയും കഴിഞ്ഞതിനു ശേഷവും നേതാക്കൾ അത് കൃത്യമായ നിലപാട് പറയുന്നു. അതിന് പിന്നാലെ വിഴിഞ്ഞത്തിന്റെ വിഷയത്തിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു. പാർട്ടി മുഖപത്രത്തിൽ സംസ്ഥാന സെക്രട്ടറി ലേഖനം എഴുതിയിട്ടും അതിനെ തിരുത്തുന്ന രീതിയിലുള്ള നിലപാടിലേക്ക് എത്തുന്നപ്പോൾ അസാധാരണമായ പ്രതിസന്ധി തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അസാധാരണമായ ഒരു ചേരി രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അതൊരു വിഭാഗീയതയാണോ എന്ന് ചോദിച്ചാൽ തുറന്ന് സമ്മതിക്കാൻ ആരും തയ്യാറായേക്കില്ല. എങ്കിൽ പോലും നമുക്ക് വിലയിരുത്തുമ്പോൾ എന്തിന് പ്രതികരണങ്ങൾ കാണുമ്പോൾ നേതാക്കളുടെ പ്രതികരണങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.